ഉമ്മൻചാണ്ടിക്ക് സ്മരണാഞ്ജലിയുമായി യൂത്ത് കോൺഗ്രസ് കൊച്ചിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം AICC വർക്കിംഗ് ജനറൽ സെക്രട്ടറി P. ചിദംബരം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രഥമ ഉമ്മൻചാണ്ടി സ്മാരക പുരസ്കാരം പ്രഖ്യാപിച്ചു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനാണ് പുരസ്കാരം. ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഒരാണ്ട് പിന്നിടുമ്പോഴും രാഷ്ട്രീയത്തിലും വ്യക്തിജീവിതത്തിലും എന്നും തിളങ്ങി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കർമ്മപദങ്ങൾ വീണ്ടെടുക്കുകയാണ് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും. പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ ഒപ്പം പ്രവർത്തിച്ചവർ, മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നവർ, അങ്ങനെ ഉമ്മൻചാണ്ടിയുമായി ചേർന്ന് നിന്നവർ ആ വേർപാടിൽ നിന്ന് ഇനിയും മുക്തമായിട്ടില്ല. AICC വർക്കിംഗ് ജനറൽ സെക്രട്ടറിയും മുൻ കേന്ദ്രമന്ത്രിയുമായ P. ചിദംബരം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിവേഗം ബഹുദൂരം എന്ന ഉമ്മൻചാണ്ടിയുടെ ആപ്തവാക്യവുമായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ UDF-നത് വീണ്ടും അധികാരത്തിലെത്താൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിവേഗം ബഹുദൂരം. That I remember very well. In fact, that should be the signature tune, the slogan of the Congress party in Kerala. Go back to your constituencies and work on the slogan, we will come to power and we will follow Adivegam Bahuduram. സ്ഥാനമാനങ്ങൾക്ക് പ്രാധാന്യം നൽകാത്ത ആളായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഉമ്മൻചാണ്ടിക്കെതിരായ സോളാർ ആരോപണത്തെ കോൺഗ്രസ് ഒറ്റക്കെട്ടായാണ് നേരിട്ടതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പക്ഷെ ഉമ്മൻചാണ്ടിക്കും ആരോപണ വിധേയരായ ആളുകളും പിന്നിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് കുറ്റക്കാരല്ല എന്ന് വിധിക്കുന്നത് വരെ അവരോടൊപ്പം നിന്നു എന്നത് ഞാനിവിടെ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. യൂത്ത് കോൺഗ്രസ് ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി സ്മരണ പുരസ്കാരം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് സമ്മാനിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ മന്ത്രിമാരായ KC ജോസഫ്, K. ബാബു, ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ തുടങ്ങി നിരവധി കോൺഗ്രസ് നേതാക്കൾ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 കൊച്ചി.